ലീല എല്ലാവരെയും കരഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയാണ്. ലീലയുടെ കരച്ചിൽ കേൾക്കുന്ന അരുന്ധതി വീട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് പേടിച്ച് വീട്ടിന്റെ അകത്തേക്ക് പോകുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലീലയുടെ അടുത്ത് വരുന്ന എല്ലാവരും എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ലീല. ഇത്രയും സസ്പെൻസ് ഇടേണ്ട കാര്യമില്ല, കാര്യം പറയാൻ പറയുകയാണ് അഞ്ജലി. ആ സമയം അവിടെ മഹേന്ദർ വരുന്നു. മഹേന്ദർ ചോദിക്കുമ്പോൾ ലീല റൂമിന്റെ അകത്ത് മഹേശ്വരി ബോധമില്ലാതെ കിടക്കുകയാണെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും മഹേശ്വരിയുടെ അടുത്തേക്ക് പോകുന്നു. മഹേശ്വരിയുടെ അടുത്ത് പോകുന്ന മഹേന്ദറിന് മഹേശ്വരി വിഷം കഴിച്ചു എന്ന് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ മഹേന്ദർ മഹേശ്വരി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇതെല്ലാം അവിടെ മറഞ്ഞു നിൽക്കുന്ന അരുന്ധതിയും കാണുന്നു. മഹേശ്വരി എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ അഞ്ജലി ലീലയോട് മഹേശ്വരി ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നലെ നടന്നതുപോലെ ചടങ്ങ് നടത്തുമോ എന്ന് ചോദിക്കുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അരുന്ധതി. അത് കേൾക്കുന്ന പാർവതി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് അഞ്ജലിയോട് പറയുകയാണ്. ലീല അഞ്ജലി പറഞ്ഞത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അഞ്ജലി മഹേശ്വരി ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് വരേണ്ടേ, അതൊരു ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകണ്ട എന്ന് പറയുകയാണ് അഞ്ജലി. അത് കേൾക്കുന്ന അരുന്ധതി സ്കൂളിൽ പോകാതിരിക്കാൻ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് അഞ്ജലി മഹേശ്വരി ആന്റിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് അറിയുന്നത് വരെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ 4 പേരും അവിടെ നിന്ന് പോകുന്നു. മഹേന്ദർ തിരിച്ചു വരുമ്പോൾ കുട്ടികളെ സ്കൂളിൽ സമയത്തിന് പറഞ്ഞു വിടാത്തതിന് മിസ് അമ്മയെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം, ഇതാണ് കുട്ടികളുടെ പ്ലാൻ. മറുവശത്ത് ഹോസ്പിറ്റലിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് മഹേന്ദർ. അടുത്ത സീനിൽ മഹേശ്വരിയുടെ റൂം പരിശോധിക്കുകയാണ് പാർവതി. അതെല്ലാം മറിഞ്ഞു നിന്ന് ലീല ശ്രദ്ധിക്കുന്നു. പാർവതിക്ക് കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു കുപ്പി കിട്ടുന്നു. ആ കുപ്പിയിൽ നോക്കി പാർവതി നിൽക്കുമ്പോൾ അവിടെ വൃത്തിയാക്കാനെന്നും പറഞ്ഞ് ലീല ചൂലുമായി വരികയാണ്. ലീല പാർവതിയുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് കുപ്പിയാണെന്നും പറഞ്ഞ് അത് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ പാർവതി ആ കുപ്പിയുമായി അവിടെ നിന്നും പോകുന്നു. കുപ്പി പാർവതി കൊണ്ടുപോകുന്നതും കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ലീല. അടുത്ത സീനിൽ പുറത്തിറങ്ങുന്ന പാർവതിയുടെ മുമ്പിൽ അരുന്ധതി വരുന്നു. പാർവതി അരുന്ധതിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് പാർവതി അരുന്ധതിയോട് മഹേശ്വരി മരിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിൽ മഹേശ്വരി ഈ വിഷം എന്തിനാണ് കഴിച്ചതെന്നും ഈ വിഷം കഴിച്ചാൽ ജീവൻ ഒരു ആപത്തും സംഭവിക്കില്ല എന്നും പറയുകയാണ്. ഈ സമയം കുറച്ച് മണിക്കൂർ മുമ്പ് നടന്ന സംഭവം കാണിക്കുകയാണ്. മഹേശ്വരിയും ലീലയും കൂടി വിഷം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ചും എപ്പോഴാണ് എല്ലാവരെയും വിളിച്ചു വരുത്തേണ്ടതിന്റെ കാര്യത്തിനെ കുറിച്ചും പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു റിസ്ക് എടുക്കണോ എന്ന് ലീല ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ ആരും ഈ കാര്യം മറക്കില്ല എന്ന് പറയുകയാണ്. മറുവശത്ത് ഡോക്ടർ മഹേന്ദ്രനോട് പേടിക്കാനൊന്നുമില്ല എന്നും കഴിച്ച വിഷമെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞു എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് സമാധാനത്തോടെ നിൽക്കുകയാണ് മഹേന്ദ്രൻ. അടുത്ത സീനിൽ ഈ വിഷം കഴിച്ച് നാടകം കളിച്ചതുകൊണ്ട് മഹേശ്വരിയുടെ പ്ലാൻ എന്തായിരിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ് അരുന്ധതിയും പാർവതിയും. മഹേശ്വരി എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രാമ നടത്തിയെന്ന കാര്യം ലെഫ്റ്റനന്റിനോട് പാർവതി പറയുമെന്ന് പറയുമ്പോൾ അരുന്ധതി ആരോട് ഈ കാര്യം പറയേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലെ കാര്യം അറിയാതെ ടെൻഷൻ അടിച്ച് എല്ലാവരും ഇരിക്കുമ്പോൾ മഹേന്ദ്ര അച്ഛനോട് ഫോണിൽ വിളിച്ചിട്ട് മഹേശ്വരിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും കുറച്ചു കഴിയുമ്പോൾ വീട്ടിലേക്ക് വരുമെന്നും പറയുകയാണ്. ആ കാര്യം വീട്ടിലെ എല്ലാവരോടും പറയുന്നു. അത് കേൾക്കുന്ന പാർവതി ചേച്ചി എന്തിനായിരിക്കും മഹേശ്വരിയുടെ പ്ലാൻ ആരോടും പറയേണ്ട എന്ന് പറഞ്ഞതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.